വീഡിയോ എല്ലാവരും കണ്ടല്ലോ. ജാസിക്ക് ആശി കൊടുത്ത ഉമ്മയാണ് വിഷയം. ഞാൻ എന്തിനാണ് ഇതുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയത്? ജാസി പറയുന്നൊരു വാക്കുണ്ട്, ആശിയുടെ നോമ്പ് പോയി ഉമ്മ വെച്ചതിൻ്റെ പേരിൽ. അങ്ങനെ ഉമ്മ വെച്ചാൽ നോമ്പ് മുറിയുമോ ഇല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ടോ? രണ്ട് രീതിയിലാണ് ഇതിനെ പറയാനുള്ളത്. ഒരാൾ വൈകാരിക ചിന്ത ഉണർത്തുന്ന രൂപത്തിൽ ഉമ്മ വെക്കൽ ഫർളായ നോമ്പിൽ ഹറാമാണ്. എന്നാൽ സുന്നത്തായ നോമ്പുകാരൻ വൈകാരിക ചിന്ത ഉണർത്തുന്ന രൂപത്തിൽ ഉമ്മ വെക്കൽ കറാഹത്തുമാണ്. എന്നാൽ ഒരാൾ മറയില്ലാത്ത രൂപത്തിൽ ഉമ്മ വെക്കലോടുകൂടി അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ബീജം പുറപ്പെട്ടാൽ നോമ്പ് മുറിയുകയും ചെയ്യും. അപ്പൊ കാര്യം നിസ്സാരമല്ല, ശ്രദ്ധയോടുകൂടി പെരുമാറുക. അസ്സലാമു അലൈക്കും. ഉസ്താദ്, നിങ്ങൾ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് പ്രതികരിക്കാനായിട്ട്? അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവർ ആരും ദീനീബോധം ഇല്ലാത്തതുകൊണ്ടോ അവരുടെ അറിവുകൾ കൊണ്ടോ ഒന്നും ചെയ്യുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണിത്. റീച്ചും വ്യൂവേഴ്സും കൂടുതൽ കിട്ടാനും ഇപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു പരിപാടിയാണ് ഇസ്ലാം മതത്തെ എങ്ങനെ അവഹേളിച്ചുകൊണ്ടും കളിയാക്കിക്കൊണ്ടും ഇങ്ങനെ ചെയ്താൽ വ്യൂവേഴ്സും റീച്ചും കിട്ടുമെന്നുള്ള അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളും കൂടെ പ്രതികരിച്ച് അവർക്ക് റീച്ചും വ്യൂവേഴ്സും കൂട്ടാതിരിക്കുന്നതാണ് നല്ലത്. അവർക്കെല്ലാം ഇതിനെപ്പറ്റി കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. ഒരുത്തിനിടയ്ക്കാണെങ്കിൽ ഈ സുന്നത്ത്, മുസ്ലിംസിൻ്റെ ഇടയിൽ ചെയ്യുന്ന സുന്നത്തിനെ പറ്റി ചോദിക്കുന്നു, പബ്ലിക്കായിട്ട് അവരുടെ അടുത്ത് ചോദിക്കുക. അതായത് ദുരാചാരങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കുന്നത്. അവൻ ആദ്യം ചെന്ന് ചോദിക്കുന്നത് പാവപ്പെട്ട രണ്ട് ഹൈന്ദവ സഹോദരിമാരുടെ ഇത് ചോദിക്കുന്നത്. ഇത് ചോദിക്കുന്ന അവനും അറിയാം, കണ്ടുവയ്ക്കുന്ന അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഇത് ചോദിക്കേണ്ടത് ആരുടെ അടുത്താണെന്നുള്ളത് നന്നായിട്ട് അറിയാം. എന്നിട്ട് അവൻ ഞാനാണെന്ന പെണ്ണാണെന്ന് അറിയത്തില്ല, അവൻ അങ്ങനെ പോയി ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ അതുകൊണ്ട് നിങ്ങളും കൂടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക, വ്യൂവേഴ്സ് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. ഇത് അവർക്ക് അറിവില്ലാത്തത് കൊണ്ട് തന്നെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉസ്താദിൻ്റെ പേര്. ഇപ്പോൾ തന്നെ അമ്പലത്തിലിട്ട് ഒരു ബാബു ചെയ്തൊക്കെ തല്ലിക്കൊന്നു, അതിനൊക്കെ എതിരെ പ്രതികരിക്കാം. പിന്നെ വേറെ ദീനിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ആൾക്കാരിലേക്ക് എത്തിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കണം ഉസ്താദ്. അസ്സലാമു അലൈക്കും.